ഹായ് ഹലോ പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം ആ വീട്ടിൽ ഒളിച്ച് താമസിക്കുന്നെന്ന കാര്യം ദീപ്തിയും മനസ്സിലാക്കാണ്. അങ്ങനെ ദീപ്തി വഴി വരുണിൻ്റെ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ പ്രതിയെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് വിക്രമും വേദയും. അതിൻ്റെ മുന്നോടിയായി ദീപ്തി വാസവനെ പോയി കാണുന്നുണ്ട്. വിക്രം ചേട്ടനാണ് ആ കൊലപാതകം ചെയ്തതെന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പേ പുളിക്കലിനെ പൊക്കണം. അയാൾക്കറിയാം ആരാണ് യഥാർത്ഥ കൊലയാളിയെന്ന്. എന്നിട്ട് വിശ്വസിച്ചാൽ മതിയെന്ന് ദീപ്തിയുടെ വാക്കുകൾ കേട്ടതും വാസവന് പുളിക്കലിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. രാജേട്ടനെയും കൂട്ടുകാരെയും വിളിച്ച് പുളിക്കൽ എവിടെയാണെന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരം ശ്രീകാന്തിനെ അപ്പം തന്നെ വിളിച്ച് വാസവൻ്റെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സേവകൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയാണ്. അപ്പോൾ അവരുടെ നീക്കം അതാണ്. ദീപ്തിക്ക് ഇങ്ങനൊരു സംശയം തോന്നണമെങ്കിൽ അതിൻ്റെ പിന്നിലും വേദയായിരിക്കുമെന്ന് ജയശങ്കർ പറയുന്നുണ്ട്. അതെ, വേദ തന്നെയാണ് അവളെ ഇളക്കി വിട്ടിട്ടുണ്ടാവുക. വാസവൻ്റെ മനസ്സിലിരിപ്പ് അറിയണം. അങ്ങനെ ശ്രീകാന്ത് വാസവനെ ചെന്ന് കാണുന്നുണ്ട്. വാസവനോട് പറയും ആ വിക്രമാണ് അത് ചെയ്തത്, അതിൻ്റെ പിന്നിൽ മറ്റാരുമില്ല, അതങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. ശ്രീകാന്തിൻ്റെ അനിയത്തി തന്നെയാണ് പുളിക്കലിന് എല്ലാം അറിയാമെന്ന രീതിയിൽ എന്നോട് സംസാരിച്ച് സംശയം പറഞ്ഞത്. പുളിക്കലിനെ കണ്ടെത്തി യഥാർത്ഥ പ്രതിയെ എനിക്കറിയണം. എനിക്ക് വേണ്ടത് എൻ്റെ മകനെ കൊന്ന ആ കൊലപാതകിയെയാണ്. ആരെങ്കിലും പിടിച്ച് അതിൻ്റെ പ്രതികാരം തീർത്തുകൊണ്ട് എനിക്ക് കാര്യമില്ലല്ലോ. എന്തായാലും ആ വഴിക്കും കൂടെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വിക്രമിന് എൻ്റെ കയ്യിൽ കിട്ടും, അവനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് വാസവൻ പറയുന്നുണ്ട്. എന്നാൽ പുളിക്കൽ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഒരിക്കലും വാസവൻ്റെ കയ്യിൽ പെടാൻ പാടില്ല. അതിനുശേഷം വാസവന്റെ വാക്കുകൾ കേട്ടതും രാജേട്ടനും കൂട്ടുകാരും പുളിക്കലിന് വേണ്ട അന്വേഷണത്തിലാണ്. അങ്ങനെ അവർ 3 പേരും കൂടെ ഓരോ സ്ഥലങ്ങൾക്ക് അന്വേഷിച്ചു പോകുമ്പോൾ വാസവന്റെ കൂടെയുള്ള ആളും കൂടെ ഉണ്ടാവും. അയാൾ മാറി നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ജോസഫ് കേൾക്കാൻ ഇടയാവാണ്. തൽക്കാലം നമുക്കിവിടെ അന്വേഷണം നിർത്താം. വാസവന്റെ കൂട്ടത്തിലും അയാളെ ഒറ്റുന്ന ഒരാളുണ്ടെന്ന കാര്യം എനിക്ക് ഉറപ്പായി. എന്താ ജോസഫെ നീ അങ്ങനെ പറഞ്ഞത്? രാജേട്ടന്റെ വാക്കുകൾ കേട്ടതും ജോസഫ് താൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാസവനും കൂടെ വലം കൈയായി നടക്കുന്ന ജോണിയും അയാളെ ഒറ്റുകാരനാണോ? അത് സൂക്ഷിക്കണമല്ലോ. അതെ, അത് തന്നെയാ പറഞ്ഞത്. ശ്രീനിവാസൻ സാറിൻ്റെ വലം കൈ ആയിരുന്നല്ലോ പുളിക്കൻ. എന്നിട്ടോ വിക്രമിനെ തക്കം കിട്ടിയപ്പോൾ വിക്രമിനെ ചതിച്ചില്ലേ? അത് ശ്രീകാന്തിൻ്റെ പണം കണ്ടിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. യഥാർത്ഥ പ്രതിയെ എന്തായാലും പുളിക്കലിനറിയാം. അതുകൊണ്ടാണല്ലോ വിക്രമിൻ്റെ പേര് വിളിച്ച് പറയാൻ വേണ്ടി അയാൾ ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. എന്തായാലും അയാളെ പൊക്കിയാൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അവർ പല സ്ഥലങ്ങളിലും ആ ഒരു സ്ഥലത്ത് വന്ന് ഒരു ഷോപ്പിലേക്ക് വന്നെന്ന് അറിവ് കിട്ടിയതും അവർ ആ ഭാഗത്ത് നിരീക്ഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരൊരു കുറ്റിക്കാടിലായിട്ട് മറഞ്ഞു നിൽക്കായിരിക്കും. ആ ഒരു സമയത്താണ് ആ ഭാഗത്തേക്ക് പുളിക്കൻ വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു എസ്ടിഡി ബൂത്തിൽ കയറി ഫോൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പുളിക്കലിനെ കണ്ടതും ഇവർ 3 പേരും കൂടെ പുറകെ പോയി ഫോൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവയാളെ പേടി കൂടുന്നുണ്ട് കേട്ടോ. വലിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. സത്യം പറഞ്ഞോ, വാസവന്റെ കയ്യിൽ നിന്നെ കൊണ്ടുപോയി കൊടുക്കും ഞങ്ങളെ, അല്ലെങ്കിൽ വിക്രമിൻ്റെ പേര് പറയാം. നിനക്ക് ആരാടാ കൊട്ടേഷൻ തന്നെന്ന് ചോദിച്ച് ചല്ലി ചതക്കുന്നുണ്ട്. വാസവൻ സാറേ, ദേ പുളിക്കലിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവൻക്കറിയാം യഥാർത്ഥ പ്രതി ആരാണെന്ന്, അവൻക്കറിയാം എന്ന് പറയാണ്. വാസവൻ പറഞ്ഞ പ്രകാരം അവർ പുളിക്കലിനുമായിട്ട് വാസവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ വാസവനെ കണ്ടതും പുളിക്കൻ പറയും, സാറേ എനിക്കൊന്നും അറിയില്ല, വിക്രം തന്നെയാണ് അവനെ കുത്തിയത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എടാ നീ കള്ളം പറയാണ്, സത്യം പറയടാ, എന്താ ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ വിക്രം ആ സമയത്ത് വിക്രമിനോട് വേദ തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛനെ തട്ടിക്കൊണ്ടുപോയതും ശ്രീകാന്താണെന്ന് അവൾ തുറന്ന് പറയുമ്പോൾ ശ്രീകാന്തിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ വിക്രം ആ റൂമിൽ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ വേദ തടഞ്ഞു നിർത്തുന്നുണ്ട്. എനിക്കെൻ്റെ അമ്മയെ കാണാം. അങ്ങനെ വാശി പിടിച്ചാണ് വിക്രം പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത്. തിരിച്ച് വേദയുടെ വീട്ടിലേക്ക് പോവാൻ അയാൾ സമ്മതിക്കുന്നില്ല. എനിക്ക് എങ്ങനെങ്കിലും എൻ്റെ വിക്രമിനെ രക്ഷിക്കണം എന്ന രീതിയിലാണ് വേദ. ആ സമയത്ത് അച്ഛൻ വിക്രമിനോട് പറയുന്നുണ്ട്, നീ പോലീസിന് കീഴടങ്ങണം, നിന്നെ രക്ഷിക്കാൻ വേദയുണ്ടല്ലോ, യഥാർത്ഥ പ്രതിയെ വേദ കൺമുമ്പിൽ കൊണ്ടുവരും എന്ന് പറയണം. ഇല്ല, യഥാർത്ഥ പ്രതിയെ എനിക്ക് മനസ്സിലാക്കിയേ പറ്റും. ആ സമയം പുളിക്കലിനെ ചോദ്യം ചെയ്യായിരിക്കും വാസവം.
വേദയൊക്കെ അറിയാം വിക്രം എവിടെയാണെന്ന്. ജോസഫ് വേദയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വേദ, വിക്രം എവിടെയാണ്? പുളിക്കലിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, വാസവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് അറിയാലോ യഥാർത്ഥ പ്രതി ആരാണെന്ന്. വിക്രം എവിടെയാണ്? അങ്ങനെ വേദയും വിക്രമിനെയും കൊണ്ട് പുളിക്കലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വിക്രമിനെ അവിടെ കണ്ടതും വാസവന് ദേഷ്യം വരുന്നുണ്ട്. പുളിക്കലിൻ്റെ അടുത്തേക്ക് വന്ന് വിക്രം ചോദിക്കുന്നുണ്ട്, ആരാടാ നിനക്ക് അങ്ങനെ ഒരു കൊട്ടേഷൻ തന്നത്? വരുണിനെ ഞാൻ കുത്തിയത് നീ കണ്ടതാ? അത് ഈ വിക്രം തന്നെയാണ്. വീണ്ടും വീണ്ടും പുളിക്കൻ കള്ളം പറയുമ്പോൾ പുളിക്കൻ്റെ ചെകിടടക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് പുളിക്കൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങണം കേട്ടോ. അതിൽ ശ്രീകാന്തിൻ്റെ പേര് കണ്ടതും വാസവനൊന്ന് നെട്ടുന്നുണ്ട്. എന്നിട്ട് ഫോൺ ലൗഡിലിടാണ്. ആ സമയം ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ ശ്രീകാന്ത് പറയും, പുളിക്ക നീ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് നീ അക്ഷരപ്രതി അങ്ങ് കേട്ടാൽ മതി. വാസവൻ്റെ ആളുകൾ നിന്നെ തിരയുന്നുണ്ട്. വിക്രമിനെ രക്ഷിക്കാനുള്ള പണിപാടിലാണ്. ആരെന്ത് ചോദിച്ചാലും നീ വിക്രമാണ് അത് ചെയ്തതെന്ന് തന്നെ നീ മനസ്സ് തുറന്ന് പറയണം. അങ്ങനെ തന്നെ നീ പറയാൻ പാടുള്ളൂ. നീ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല. വരുണിൻ്റെ യഥാർത്ഥ കൊലപാതകിയെ നിനക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ശ്രീകാന്തിനെയോ ജയശങ്കറിനെയോ നീ എങ്ങനെയും ഒറ്റിക്കൊടുത്താലുണ്ടല്ലോ പുളിക്ക, നിന്റെ കുടുംബം തന്നെ ഇല്ലാതാവും. നീയും പിന്നെ ഈ ലോകത്തുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്വരം കേട്ടതും വാസവനും വിക്രമെല്ലാം ഒന്നാകെ നെട്ടിപ്പോവാണ്. ഇങ്ങനൊരു ടെസ്റ്റ് അവരും പ്രതീക്ഷിച്ചതല്ല. വാസവൻ്റെ കൂടെ നിന്ന് ശ്രീകാന്ത് ചതിച്ചതാണെന്ന കാര്യം വാസവന് മനസ്സിലാവാണ്. ഈ ലോകത്ത് നിന്ന് തൻ്റെ മകനെ പറഞ്ഞയക്കാൻ ഏറ്റവും കൂടുതൽ ധൃതി കാണിച്ചതും ശ്രീകാന്താണ്. സ്വന്തം അനിയത്തിയെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കോ എന്നൊരു തോന്നലായിരുന്നു. അവൻക്കാണെങ്കിലോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെയാണല്ലോ. വിക്രമിനെ പ്രതിയാക്കിക്കൊണ്ട് വിക്രമിനെയും ജയിലടക്കാം, വരുണിനെയും രണ്ട് പെങ്ങന്മാരുടെയും ജീവിതം സേഫാക്കിയതാണ് അവനെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. വാസവിന് ദേഷ്യം കൊണ്ട് വരക്ക തൻ്റെ കൂടെ നിന്ന് ചതിച്ചത് മറ്റാരുമല്ല ശ്രീകാന്താണെന്ന് മനസ്സിലാക്കിയ അയാൾ തൻ്റെ കയ്യിലുള്ള ഗണ്ണും എടുത്തുകൊണ്ട് നേരെ വണ്ടിയിൽ കയറാണ്. ആ സമയത്ത് വിക്രം അയാളെ തടയുന്നുണ്ട്. അവിവേകം കാണിക്കരുത്, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയണേ. മാറി നിൽക്കടാ, എൻ്റെ മകൻ്റെ ജീവനെടുത്ത അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആ സമയം വേദ പറയും, സാർ പ്ലീസ്, ഒരുപാട് ശിക്ഷയും ഒരുപാട് കാര്യങ്ങളുണ്ട് നിയമത്തിനെതിരെ ഏട്ടൻ ചെയ്തത്. അതെല്ലാം കോടതിയിൽ എനിക്ക് തെളിയിച്ചേ മതിയാവൂ. ഇപ്പോൾ ഒന്നും തുനിയരുത്. അയ്യോ. ആ സമയത്ത് വാസവൻ അവരുടെ വാക്കുകളൊന്നും ഗവനിക്കാതെ തൻ്റെ ജീപ്പും എടുത്തോണ്ട് നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി ശ്രീകാന്തിൻ്റെ ഫോൺ വിളിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ പെട്ടെന്ന് കാണണം, പുളിക്കനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ വിക്രം തന്നെയാണ് ആ ചതി ചെയ്തത്. അങ്ങനെ ശ്രീകാന്തിനെ പറഞ്ഞ് ഒരു വഴിയിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ തന്നെയാട്ടോ തീരുമാനം. എന്ന് ശ്രീകാന്തിന് തൻ്റെ അപകടം മണത്തുകഴിഞ്ഞ് ശ്രീകാന്തും ജയശങ്കറും അവിടെ നിന്ന് മുങ്ങാട്ടോ. വാസവൻ്റെ കയ്യിൽ പെടുന്നില്ല. അങ്ങനെ വാസവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിക്രം കൂടെ തന്നെയുണ്ട്. വിക്രമിനോട് താൻ ചെയ്ത ചതിയും വിക്രമിനെ താൻ തെറ്റിദ്ധരിച്ചതും ഓർത്ത് വാസവന് വല്ലാതെ വിഷമവും വേദനയും തോന്നുന്നുണ്ട്. വിക്രമിൻ്റെ അരികിലേക്ക് വന്ന് അവനെ ചേർത്ത് പിടിക്കാണ്. സോറി, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു, നിന്റെ വീട്ടുകാരെയും ഞാൻ ഉപദ്രവിച്ചു. നീയാണ് തൻ്റെ മകനെ കൊന്നെന്നറിഞ്ഞ്. പക്ഷേ തൻ്റെ കൂടെ നിന്നവർ തന്നെയാണ് തന്നെ ചതിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനാ ഈ പതിയും രാഷ്ട്രീയവും ഒക്കെ? എല്ലാം മതിയായി. എൻ്റെ മകൻ അവനാ ഞാൻ കാരണം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചത് ശരി തന്നെ, പക്ഷേ അവനിങ്ങനെ കൊല്ല ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ വിക്രമും വാസവനും ഒറ്റക്കെട്ടവാട്ടോ. എന്നാൽ വേദ വരുണിൻ്റെ കൊലയാളികൾക്ക് വേണ്ടി വേറെ തന്നെ കോടതിയിൽ ഹാജരാവാണ്. തൻ്റെ ഏട്ടനാണെങ്കിൽ പോലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന ദൃഢനിശ്ചയം തന്നെ. പിറ്റേ ദിവസം മുതൽ ശ്രീകാന്തിനെ ആ വീട്ടിൽ കാണുന്നില്ല. വാസവനാണെങ്കിലോ അയാളെ തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ കോടതിയിൽ കേസ് വീണ്ടും വിചാരണയ്ക്ക് വരാട്ടോ. ശ്രീകാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കോടതിയിൽ വെച്ച് ശ്രീകാന്തിനെ എല്ലാ കള്ളത്തരങ്ങളും വേദ ജഡ്ജി ശങ്കരനാരായണൻ്റെ മുമ്പിൽ വെച്ച് തന്നെ തെളിയിക്കാണ്. അതോടുകൂടെ സ്വന്തം മകന് വേണ്ടി വിധി പറയേണ്ട ഒരവസ്ഥ വരെയാണ് ശങ്കരനാരായണൻ. വരാൻ പോകുന്ന ഒരു അടിപൊളി ത്രില്ലർ എപ്പിസോഡ് തന്നെയാട്ടോ പവിത്രത്തിൽ.